മരട് നഗരസഭയിലെ UDF ദുർഭരണത്തിനെതിരെ LDF നഗരസഭയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മാർച്ച് മരട് SN പാർക്കിൽ നിന്നും തുടങ്ങി നഗരസഭ കവാടത്തിൽ അവസാനിച്ചു. തുടർന്ന് പ്രത്യേകം സജ്ജീകരിച്ച പന്തലിൽ നടന്ന ധർണാ സമരം CPIM-ന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി S. സതീഷ് ഉദ്ഘാടനം ചെയ്തു. CPI തൃപ്പൂണിത്തുറ മണ്ഡലം കമ്മിറ്റി അംഗം AR പ്രസാദ് അധ്യക്ഷത വഹിച്ച ധർണാ സമരത്തിൽ CPIM എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം MC സുരേന്ദ്രൻ, CPIM-ന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി P. വാസുദേവൻ, ഏരിയ കമ്മിറ്റി അംഗം AU വിജു, CPI-യുടെയും CPIM-ന്റെയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ, മരട് നഗരസഭ LDF കൗൺസിലർമാർ എന്നിവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ മരടിലെ ഇരു മുന്നണികളും വികസന ജാഥയും പ്രതിഷേധ ജാഥയും സംഘടിപ്പിച്ച് ഭരണം പിടിക്കുവാനുള്ള തന്ത്രപ്പാടിലാണ്. ഭരണ സംവിധാനം നമ്മുടെ നാടിന് വേണ്ടതുണ്ടോ എന്ന് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ ഗൗരവപൂർവ്വം ചിന്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പൊ നമ്മുടെ മരട് മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഒന്നാമത്തെ, എല്ലാം കൊണ്ടും ഒന്നാമതാകേണ്ട മുനിസിപ്പാലിറ്റിയാണ് മരട് മുനിസിപ്പാലിറ്റി. തനത് വരുമാനത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ ഏറ്റവും നമ്പർ 1 ആണ്. സാമ്പത്തികം ഉണ്ടെങ്കിൽ ഏത് രൂപത്തിലും നമുക്ക് കാര്യങ്ങൾ നന്നായി നാടിന് വേണ്ടി ചെയ്യാം, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനം ചെയ്യാം, നാടിന്റെ വികസന കാര്യങ്ങൾ ചെയ്യാം. അതിന് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിനെയോ മറ്റ് സംവിധാനങ്ങളെയോ ആശ്രയിക്കാതെ തന്നെ വരുമാനമുള്ള, തനത് വരുമാനമുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് ഈ മുനിസിപ്പാലിറ്റി എന്ന് കാണാൻ കഴിയും. വരുമാനമുള്ള മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് ഭരിച്ചാൽ എങ്ങനെയാകും എന്നതിന്റെ ഉദാഹരണമാണ് ഈ കയ്യെട്ടുപാരലും അഴിമതിയും എന്നുള്ളത് നാം ഓരോരുത്തരും കാണും. വരുമാനമുള്ള മുനിസിപ്പാലിറ്റി യഥാർത്ഥത്തിൽ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ശരിയാവണ്ണം പ്രവർത്തിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഈ കേരളത്തിൽ മാതൃകയായി ഉയർത്തി കാണിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളോടെയും രൂപപ്പെടുത്താൻ കഴിയുന്ന മുനിസിപ്പാലിറ്റിയാണ് നമ്മുടെ മരട് മുനിസിപ്പാലിറ്റി എന്ന് കാണാം. അപ്പൊ അധികാര നേതൃത്വം തെറ്റായ സമീപനം സ്വീകരിക്കുന്നവരായതുകൊണ്ട് മാത്രം ഒരു നാടിന്റെ വികസനം തകരുന്നു, ഒരു നാടിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ തകരുന്നു. ഇതാണ് ഇവിടെയുള്ള സ്ഥിതിവിശേഷം. ഇതാണ് ഞങ്ങൾ കുറ്റപത്രത്തിലൂടെ ഇവർ ചൂണ്ടിക്കാണിച്ച ഓരോരോ കാര്യങ്ങളെയും കണ്ടത്. ഇപ്പൊ ഞാനിവിടെ തുറക്കുമ്പോൾ തന്നെ ശാന്തിവനത്തിന്റെ ദുരവസ്ഥ എന്നാണ് അതിന്റെ ഒരു ഭാഗം. ഈ ശാന്തിവനത്തെ സംബന്ധിച്ച് നേരത്തെ നല്ല വാർത്തകൾ വന്ന കാലം ഉണ്ടായിരുന്നു. ഈ ശാന്തിവനത്തെ സംബന്ധിച്ച് ഏറ്റവും മാതൃകാപരമായിരുന്നു അല്ലേ നമ്മുടെ ക്രിമിറ്റോറിയം എന്നുള്ളത്. ഇവിടെ മുനിസിപ്പാലിറ്റി രൂപം കൊള്ളുന്നതിനേക്ക് മുമ്പേ ഇടതുപക്ഷം ഉണ്ടായിരുന്ന കാലത്ത് നടത്തിയ കാര്യങ്ങൾ പോലും തുടച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതുപോലും നശിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് ഈ 15 വർഷക്കാലത്തെ മുനിസിപ്പാലിറ്റി വന്നത്. നിശ്ചയമായും നിങ്ങൾ ജനങ്ങളുടെ കുറ്റവിചാരണയ്ക്ക് വിധേയരാകേണ്ടവരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തമായ താല്പര്യങ്ങളാണ്, പോക്കറ്റ് വീർപ്പിക്കുന്ന കാര്യങ്ങളാണ്, അഴിമതിയാണ്, അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയാണ്. ഈ നാടിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയോ നാടിന്റെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടിയോ ഒന്നും ചെയ്യാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല. നിങ്ങൾ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ മരട് മുനിസിപ്പാലിറ്റിയിൽ നിന്നും അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റിയ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF-നെ മാറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറ്റാൻ ഈ നാടിന്റെ ജനാധിപത്യ വിശ്വാസികൾ തയ്യാറായാൽ ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വച്ച പ്രകടന പത്രികയിലെ മുഴുവൻ കാര്യങ്ങളും നിർവഹിക്കും എന്ന പ്രതിജ്ഞയാണ്, എന്ന ഉറപ്പാണ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത്. മരട് മുനിസിപ്പാലിറ്റി കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരളം ഭരിച്ചത് കോൺഗ്രസ് ഉള്ള കാലമല്ലേ? 2014 വരെ 16 വരെയുള്ള സമയം കോൺഗ്രസ് അല്ലേ കേരളം ഭരിച്ചത്? രാജ്യം കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലമല്ലേ? രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ്, സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ്, മരട് മുനിസിപ്പാലിറ്റി ഭരിച്ചത് കോൺഗ്രസ്. ആരോട് ചോദിക്കാൻ? വേറെ ആരോട് ചോദിക്കാമല്ലോ. എന്നിട്ടും ഇവരെന്താ ചെയ്തില്ല? അപ്പൊ ഈ നാട്ടിലെ ജനങ്ങൾ ഇത് ഗൗരവമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്ന് കാണും. മരടിലെ കോൺഗ്രസിന്റെ ധാർഷ്ട്യം ഞങ്ങൾ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കും എന്നുള്ളതാണ്. ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് കോൺഗ്രസ്. ഞങ്ങൾ എന്ത് ചെയ്താലും ഇവിടുത്തെ ജനം ഞങ്ങളെ ജയിപ്പിക്കുമെന്ന അഹങ്കാരത്തിനകത്ത് നിന്ന് ഈ നാട്ടിലെ ജനതയെയും വോട്ടർമാരെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവരുടെ ഭരണം മുമ്പോട്ട് പോയിട്ടുള്ളത് എന്ന് കാണാം. ഈ ശാന്തിവനം ഉൾപ്പെടെ തകർന്നു കിടക്കുന്ന ഈ മരടിന്റെ വികസന മുരടിപ്പും വികസനത്തിന്റെ തകർച്ചയിൽ നിന്നും
മരടിനെ അതിജീവിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുക കൂടി ചെയ്യും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആവേശപൂർവ്വം കൊടുത്ത ജനാധിപത്യ വിശ്വാസികൾ സംഘടിപ്പിക്കുന്ന ഈ പ്രതിഷേധ സമരത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്ത് നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ സമരം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു. എന്റെ വാക്കുകൾ ചുരുക്കും. LDFിന്റെ നേതൃത്വത്തിൽ ജനങ്ങളെ ആകെ തന്നെ അണിനിരത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനത്തിനും ധർണാ സമരത്തിനും LDF മുൻകൈയെടുത്തിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലഘട്ടത്തിൽ UDFിൻ്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന നഗരസഭാ ഭരണം ഈ നാട്ടിലെ ജനങ്ങളെ ആകെ തന്നെ വലയ്ക്കുന്നതും അതുപോലെ തന്നെ ഈ നഗരസഭയുടെ തനത് വരുമാനത്തിനനുസരിച്ച് അല്ലെങ്കിൽ നികുതി വരുമാനത്തിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഈ നഗരസഭാ അതിർത്തിയിൽ നടത്താതെ വരുന്ന കാഴ്ചയെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ഇന്ന് ഈ നാട് ഭരിക്കുന്ന LDFിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് 1 ലക്ഷം വീടുകൾ അതിൻ്റെ പണിപ്പുരയിലാണ് എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ നഗരസഭാ അതിർത്തിയിൽ അതാകെ പരിശോധിക്കുമ്പോൾ UDFിൻ്റെ ചെയർമാൻ ഉൾപ്പെടെ പ്രതിദാനം ചെയ്യുന്ന വാർഡുകളിൽ ആ ലൈഫിൻ്റെ ഗുണം പറ്റിയിട്ടുള്ള എത്ര സാധാരണ ജനങ്ങളുണ്ട് എന്ന് പരിശോധിക്കുമ്പോൾ അത് നന്നേ കുറവാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2ാം ടൈമിലെ ആദ്യത്തെ 1 വർഷക്കാലം ചെയർമാൻ സ്ഥാനം വഹിച്ചുകൊണ്ട് ഇവിടെ ഭരിച്ചു. ഈ 1 വർഷക്കാലം കൊണ്ട് ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും ഒന്നും അറിയാം. ബാക്കി 14 വർഷവും ഈ മുനിസിപ്പാലിറ്റി ഭരിച്ചത് കോൺഗ്രസ്സാണ്. കാലത്തുണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും അതിനുശേഷമുള്ള 15 വർഷക്കാലം കോൺഗ്രസിന്റെ ഭരണകാലത്തുണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങളൊന്ന് താരതമ്യപ്പെടുത്തിയാൽ പഞ്ചായത്ത് ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന വികസന പ്രവർത്തനത്തിന്റെ ഒരു 10% പോലും 15 വർഷക്കാലം കൊണ്ട് ഈ മുനിസിപ്പാലിറ്റിയിലെ വികസനം നടത്തുവാൻ ഈ കോൺഗ്രസിന്റെ ഭരണത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞതുപോലെ മരട് നഗരസഭയിലേക്ക് നടന്ന പ്രതിഷേധ പരിപാടി സംസ്ഥാനത്തെമ്പാടും മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും LDF ഭരിക്കാത്ത തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്നിട്ടുള്ള ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്കതിനെ കാണാൻ സാധിക്കൂ. കാരണം മറ്റവർ പറയുന്നത് ഇവിടെ ഒരു വികസനവും നടന്നിട്ടില്ല, 15 വർഷക്കാലം ഒരു കുറ്റപത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് ഞങ്ങളുടെ എല്ലാ വീടുകളിലും നമ്മളത് വായിച്ചതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ 15 വർഷക്കാലം മരട് നഗരസഭയിൽ എന്ത് ചെയ്തു എന്നാണ് ചോദിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന 2005-2010 വർഷത്തെ കാലത്തേക്ക് കൂടി നമുക്കൊന്ന് പോകേണ്ടി വരും. കാരണം അന്ന് ഈ പറയുന്ന ഇടതുപക്ഷത്തിന് ഇവിടുത്തെ ജനങ്ങൾ കൊടുത്ത ഒരു അംഗീകാരമാണ് അന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ദേവസി ഇരുന്ന ഒരു ഭരണകാലം. നമുക്കിവിടെ കാണാൻ പറ്റും. കുറ്റപത്രത്തിൽ കാണിച്ചിട്ടുള്ള ബസ് നമ്മുടെ ഈ തൊട്ട് മുമ്പിൽ കിടപ്പുണ്ട്. ആ ബസ് അന്ന് ഈ റോട്ടിൽ കൂടി ഓടാൻ പറ്റുന്ന ബസ്സിൻ്റെ ഇഞ്ചനും ചേസും ആയിരുന്നില്ല ബസ്സിനുണ്ടായിരുന്നത്. പവർ സ്റ്റിയറിംഗ് പോലും ഇല്ലാത്ത ഒരു വണ്ടി പല സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് പൈസ പിരിച്ചുകൊണ്ട് അന്ന് ഈ പറഞ്ഞതുപോലെ ഒരു ബസ് തട്ടിക്കൂട്ടി ഇറക്കുകയാണ് ചെയ്തത്. ഈ മുനിസിപ്പാലിറ്റിയുടെ ചുറ്റും സഞ്ചരിച്ചാൽ മുനിസിപ്പാലിറ്റിയുടെ പുറകിൽ കിടക്കുന്ന ഒത്തിരി ഓട്ടോറിക്ഷകൾ കാണാം. അന്നിപ്പോൾ ഇവിടെ നമുക്ക് അവർക്ക് ജപ്തി നടപടിയാണ് ഈ തൊട്ടടുത്ത ദിവസം നമുക്ക് ഇവിടെ നോട്ടീസ് വന്നിട്ടുള്ളത്. കാരണം അതിൻ്റെ ടാക്സ് അടക്കാത്തത്, ആ ടാക്സ് അടക്കാത്ത കാരണം പറഞ്ഞുകൊണ്ട് നഗരസഭയ്ക്ക് എതിരെ ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന കാർ പാർക്കിങ്ങിൻ്റെ തൊട്ട് കിഴക്ക് വശം ചെന്ന ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പേപ്പർ പ്ലേറ്റ് കാണാൻ പറ്റും. അതും ഈ പറയുന്ന നെട്ടൂരുള്ള പാവപ്പെട്ട അവിടുത്തെ കുറച്ച് കുടുംബശ്രീ അംഗങ്ങൾ അവരെ കൊണ്ട് എടുപ്പിച്ച ലോണാണ്. ഏതോ ഒരു തട്ടിക്കൂട്ട് കമ്പിളി എടുത്ത് വെച്ചിട്ട് അവിടെ ഈ പറയുന്നത് പോലെ ചായ കുടിക്കുന്ന ഗ്ലാസ്, ആ ഗ്ലാസ് മിഷ്യത്തിലൂടെ അടിച്ചു വരുമ്പോൾ അതിൻ്റെ അടിവശം തള്ളിപ്പോകുന്ന ഗ്ലാസ്സാണ് ഈ പേപ്പർ അന്ന് കിട്ടിയത്. അതുകൊണ്ട് അവർ അന്ന് കൊണ്ടുവന്ന് ഇവിടെ വലിച്ചെറിഞ്ഞിട്ടിട്ട് പോയത് ഇന്നും ഇവിടെ ഒരു സ്മാരകമായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന മരടിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ മുമ്പിൽ നമ്മളൊരു കുറ്റക്കാരാക്കിയ ഒന്നായിരുന്നു ഫ്ലാറ്റ് പൊളി. ആ ഫ്ലാറ്റ് പൊളി നമുക്കറിയാൻ പറ്റും. പാവപ്പെട്ട 343 കുടുംബം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഫ്ലാറ്റിൽ താമസിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവർ മുഴുവൻ പേര് സമ്പന്നന്മാരായിരിക്കില്ല. ഓരോ ജീവിത നിലവാരം വെച്ചുകൊണ്ട് അവരെല്ലാം ആ ജീവിത നിലവാരത്തിന് ഉയർന്നുകൊണ്ട് അത്രമാത്രം അവർക്ക് ബാധ്യതകളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മേടിച്ച 343 കുടുംബം എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൽ 3 പേര് വെച്ച് കൂട്ടിയാൽ തന്നെ 1000-ഓളം ആളുകളാണ് വഴിയാധാരമായത്. 1000 ആളെന്ന് പറയുന്നത് ഒരു വാർഡിലെ ഒരു നഗരസഭയുടെ ഒരു വാർഡിലെ ഒരു ജനസംഖ്യയുടെ കണക്കാണ് ഈ പറയുന്നത്. അത്ര ആളുകളെയാണ് 5 വർഷം ഭരണം ഈ പറയുന്ന മരടിലെ ജനങ്ങളെ ഏൽപ്പിച്ചത് കൊണ്ട് ആ ജനങ്ങൾ ഇത് കാണേണ്ടി വന്നത് ഇന്ന്. അപ്പം ഇത്
ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ മരടിനെ ഏറ്റവും മോശമാക്കിയ 5 വർഷമായിരുന്നു ആ ഭരണം. ഇപ്പോൾ 15 വർഷം ഞങ്ങൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഭരിച്ചെങ്കിൽ പോലും അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന പോലെ ഇടതുപക്ഷക്കാർ 1-2 വർഷം അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അതൊഴിച്ചാൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ പറയുന്നത് പോലെ ഒരാൾക്കും മരട് ജനിച്ച് വളർന്ന് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാളുടെ മുമ്പിൽ തല കുനിക്കേണ്ട ഒരവസ്ഥ ഈ പറയുന്ന ഭരണ നേതൃത്വങ്ങൾ ആരും ചെയ്തിട്ടില്ല. ഇപ്പം ഇവിടെ പറയുന്നത് പോലെ ഈ ലോകത്തിന് തന്നെ മാതൃകയാണ്. കാരണം ഇവിടെയുള്ള ശ്മശാനങ്ങൾ മുഴുവൻ സൗജന്യം. ആളുകൾ നമ്മുടെ വീട്ടിൽ ഇവിടെ ജനിച്ച് വളർന്ന് മരിക്കുമ്പോൾ ആ മരിച്ച ആളുടെ വീട്ടിൽ പോയി അന്ത്യകർമ്മം ചെയ്യുന്നതിന് വേണ്ടി നഗരസഭ സൗജന്യമായിട്ട് ആംബുലൻസിൽ കൊണ്ടുപോയി ഈ പറയുന്ന ആളുടെ മൃതശരീരം കൊണ്ട് ദഹിപ്പിച്ച് അവരുടെ ബന്ധുക്കളെ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കണം. ലോകത്തൊരു സ്ഥലത്തുണ്ടാകില്ല. ഈ പറയുന്നത് പോലെ നെട്ടൂര് കടത്ത്, ആ കടത്ത് ഫ്രീ ആയിട്ട് എത്ര പ്രാവശ്യം വേണമെങ്കിലും ആ കടത്തിൽ കൂടി നമുക്ക് പോകാം. കുമ്പളത്തൊരു കടത്തുണ്ട്, പൈസ കൊടുത്ത് യാത്ര ചെയ്യുന്നിട്ട് പോലും അവിടെ എല്ലാ ദിവസവും കടത്തുണ്ടാകില്ല. അവിടെ എത്രയോ സമരം നടക്കുന്നു. ഇവിടെ സൗജന്യമായി കുടിക്കേ വളന്താടിലേക്ക് പോകുന്ന ആൾക്കാർക്കിടെ കടത്ത് സൗജന്യം. മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ വരുന്ന ഒരാൾക്ക് അത്യാവശ്യം മഴയത്ത് പ്രായമായ അമ്മച്ചിമാർ വന്നാൽ ഒരു കോപ്പി എടുക്കണമെങ്കിൽ സാധാരണ തദ്ദേശ സ്ഥാപനങ്ങളിൽ പോയി ഫോട്ടോസ്റ്റാറ്റിൽ എടുക്കാൻ പോകണം. ഇവിടെ നമ്മുടെ ഈ പറയുന്ന നഗരസഭയുടെ അകത്ത് തന്നെ നമ്മൾ എടുത്തു കൊടുക്കും. അപ്പോൾ ഈ പറയുന്ന സൗജന്യം എന്ന് പറയുന്നത് കടത്ത് സൗജന്യം, ആംബുലൻസ് സൗജന്യം, ഫോട്ടോസ്റ്റാറ്റ് സൗജന്യം. ഇപ്പോൾ തൊട്ടടുത്ത ദിവസം നമ്മുടെ കൊട്ടാരം പാർക്കിൻ്റെ അകത്ത്, ഇവിടെ SN പാർക്കിൻ്റെ അകത്ത് ഇവിടെ വാട്ടർ ATM സൗജന്യമായിട്ട് കൊടുക്കാൻ വേണ്ടി അവിടെ അവിടെ തണുത്ത വെള്ളവും അതുപോലെ ഫിൽറ്റർ ചെയ്ത വെള്ളവും നമുക്ക് എന്തോരം വേണമെങ്കിലും ഒരു പൈസ പോലും കൊടുക്കാതെ നമുക്ക് അവിടെ കുടിക്കാനുള്ള സൗകര്യമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ അത് ഞാൻ ഈ പറയുന്ന ഈ സൗജന്യ പദ്ധതികളാണെങ്കിൽ തന്നെ ഇത് മാലിന്യ സംസ്കരണ രംഗത്ത് എത്രയോ മാറ്റം. കാരണം ഇവരുടെ മന്ത്രിമാർ തന്നെ എത്രയോ സ്ഥലങ്ങളിലാണ് ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിങ്ങിലെല്ലാം ഈ മരടിനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട കളക്ടർ എത്രയോ സ്ഥലത്ത് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ പറ്റുന്ന എല്ലാ മേഖലയിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിവിടെ മാജിക്കൊന്നും കാണിച്ചതെന്ന് ഞങ്ങളിവിടെ അവകാശപ്പെടുന്നില്ല. കാരണം നമുക്ക് നമ്മുടേതായ പരിധിയിൽ നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ തന്നിരുന്ന പൈസകളിലാണ് ഒത്തിരിയേറെ നിയന്ത്രണം വന്നിട്ടുള്ളത്. ആ നിയന്ത്രണത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഈ സമയം വരെ 1 രൂപയുടെ അഴിമതി ആരോപണം ഈ പറയുന്ന മൈക്കിൽ കൂടി പോലും പ്രസംഗത്തിൽ പറയാനായിട്ടുള്ളൊരു അവസരം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇതിനു മുമ്പുണ്ടായിരുന്ന ഭരണമെന്ന് ആലോചിച്ച് നോക്കിയാൽ കൂടെ ഉണ്ടായിരുന്ന 5 ഉദ്യോഗസ്ഥരാണ് ജയിലിൽ കിടന്നിട്ട് 2 പേര് ജയിലിൽ കിടന്ന് മരിച്ച്. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ശ്രീ ദേവസിക്കെതിരെ കുറ്റപത്രം പോലീസ് തയ്യാറാക്കി. ഇവിടുന്ന് 5 കൗൺസിലർമാർ, ഇടതുപക്ഷത്തിൻ്റെ അടക്കമുള്ള 5 കൗൺസിലർമാർ പോയി 164 മൊഴി കൊടുത്തിട്ട് പോലും ആ ദേവസ്വയെ ഇന്നും ചോദ്യം ചെയ്യാണ്ട് ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുത്തിട്ടില്ല. പക്ഷേ ആ ഒരു ചിത്തപ്പേര് ആ പറയുന്ന മരടിലെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റ് ആളുകളുടെ മുമ്പിൽ തലകുനിക്കേണ്ട ഒരു പ്രവൃത്തിയും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള 3 ഭരണസമിതി നേതാക്കളും, ബഹുമാനപ്പെട്ട ദേവരാജൻ ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായി വന്നിട്ടുണ്ട്, സുനിൽ സിബി അടക്കമുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ഞാനടക്കമുള്ള ആളുകൾ ആർക്കും മരടിലുള്ള ഒരാൾക്കും ഈ മരടെന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ തല കുനിക്കേണ്ട ഒരവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ 5 വർഷത്തെ ഭരണ നേട്ടം. ഇപ്പോൾ ഞങ്ങളെ കഴിയാവുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കണ്ണും കാതുമുള്ള മനുഷ്യനെ ദൃശ്യമാധ്യമങ്ങളിലൂടെ ആണെങ്കിലും അച്ചടി മാധ്യമങ്ങളിലൂടെ ആണെങ്കിലും ഇവിടെ മുഴുവൻ കണ്ടിട്ടുണ്ട്. ഇതൊന്നും ഞങ്ങളിവിടെ മേശപ്പുറത്തിരുന്ന് വരച്ചുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളല്ല. അതെല്ലാം പൊതുജനത്തിൻ്റെ മുമ്പിൽ ചെയ്ത് വിജയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇത് തന്നെയാണ് 5 വർഷത്തെ ഞങ്ങളുടെ ഭരണ നേട്ടവും. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ പ്രസംഗിച്ചത് മരട് നഗരസഭയിൽ ഏത് കുറ്റിച്ചീലിനെ കൊണ്ടേ കോൺഗ്രസിൽ നിർത്തിയാലും ജയിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവരിപ്പം തന്നെ പരാജയം സമ്മതിച്ചു എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. കുറ്റിച്ചൂലെന്ന് പറയുന്നത് തന്നെ തെറ്റല്ലേ? കാരണം മനുഷ്യൻ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കുമ്പോൾ പല രീതിയിലുള്ള അവർക്ക് വ്യത്യാസങ്ങളുണ്ടാവും. ഒക്കെ ഒരുപാട് അറിവുള്ള ആളുകളുണ്ടാവും, അറിവ് കുറഞ്ഞാണ്. പക്ഷേ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പിൽ നേരിടുന്നത് കുറ്റിച്ചൂലെന്ന് പറയുന്നത് അത് തന്നെ അവരുടെ പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് ഏത് കുറ്റിച്ചൂലിനെ മരടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിർത്തിയാൽ ജയിക്കുമെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ മരടിലെ വളർച്ചയെയും അവരിപ്പോൾ അംഗീകരിച്ച് വരാൻ പോകുന്ന പരാജയത്തിനെ അവർ മുൻകൂട്ടി സമ്മതിക്കുന്നതായിട്ടാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്.